എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ സാബു ജെയിംസ്, പ്രിയപ്പെട്ട ജോണി ജോസ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ഹരിശ്രീ അശോകൻ, പ്രിയപ്പെട്ട ഷൈജു കേന്ദ്ര അടക്കം വേണി സാർ അടക്കം ഇവിടെ എത്തിയിരിക്കുന്ന ഈ കരുതൽ സിനിമയുടെ അണിയറ ശില്പികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ഞാൻ ആദ്യമാണ് പലവരെയും പരിചയപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അഡ്രസ് ചെയ്യാത്തത്. പക്ഷേ സിനിമയുടെ പേര് കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു കരുതൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം തോന്നുന്നു. കരുതൽ എന്ന വാക്ക് ഞാൻ വായിച്ചപ്പോൾ എന്നെ ഈ ചടങ്ങിനെ ക്ഷണിച്ചത് ഷൈജു കേന്ദ്രയാണ്. ഷൈജു കേന്ദ്ര സത്യത്തിലൊരു ബഹുമുഖ പ്രതിഭയാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഏത് രീതിയിലാണെങ്കിലും അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം കർഷകരുടെ ഇടയിൽ ഒരു നല്ല കർഷകനും, അതുപോലെ തന്നെ KPCCയുടെ വിചാർ വിഭാഗത്തിന്റെ പ്രധാനിയും, അതുപോലെ തന്നെ സ്കൂളുകളിലും മറ്റും പഴയ ചരിത്രം എത്തിക്കാനായിട്ട് കുട്ടികളുടെ ഇടയിൽ പല പരിപാടികൾ സംഘടിപ്പിക്കാൻ മികവ് കാണിക്കുന്നതാണ്. അങ്ങനെ എനിക്ക് ഷൈജു നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ ഏത് രീതിയിൽ പറഞ്ഞാലും ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഷൈജു ഒരു പാട്ട് എഴുതി എന്നുള്ളത്. ഷൈജു ഇനി പുതിയൊരു കാൽവയ്പോടെ നടത്തിയിരിക്കുകയാണ് എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. ഞാൻ ഷൈജുവിനെ തന്നെ പറ്റി പറയുമ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഈ ബഹുമുഖ പ്രതിഭയെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഈ കരുതൽ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിങ്ങിന് വരുമോ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ ഇപ്പോ ഇലക്ഷൻ കാലമായതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ വലിയ തിരക്കാണ്. സ്ഥാനാർത്ഥികള് ഓരോരുത്തരും നോമിനേഷൻ കൊടുക്കുകയും അതിനിടയ്ക്ക് പല റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുകയും അവരെല്ലാം മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവിടെ വരാൻ ചിലപ്പോ പറ്റുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഷൈജുവിന്റെ ഒരു വിളി അത് വളരെ പ്രത്യേകതയുള്ളതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും എത്തിച്ചേരും എന്ന് പറഞ്ഞത്. കരുതൽ എന്ന ആ സിനിമയുടെ പേര് വായിച്ചപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ കരുതൽ എന്ന ആ വാക്കിന്റെ അർത്ഥമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എന്നെ കരുതിയിരുന്ന എൻ്റെ എന്നിൽ നിന്ന് വിട്ടുപോയെങ്കിലും ആ കരുതൽ വളരെയധികം അനുഭവിച്ചയാളാണ് ഞാൻ എന്നുള്ളത് എനിക്ക് ആ വാക്കിന്റെ അർത്ഥം ഏറ്റവും അന്വർത്ഥമാക്കാൻ തന്നെ മനസ്സിലാകും എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഇവിടെ കഥയുടെ ഒരു സാരാംശം ചെറുതായിട്ട് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെ ഒരു അവസ്ഥ എത്തുക എന്ന് പറയുന്നത് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അച്ഛനും അമ്മയും ഒക്കെ വീട്ടിൽ തനിച്ചാക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കുട്ടികൾ പലപ്പോഴും പുറത്തേക്ക്, പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ എല്ലാ കുട്ടികളും തന്നെ വിദേശ രാജ്യങ്ങൾ തേടി പോവുകയാണ്. അതിനിടയ്ക്ക് അവരവിടെയും രണ്ട് സ്ഥലത്തും രണ്ടാളുകളും ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അവർക്ക് പാരന്റ്സിനെ കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ, എന്നാൽ അവർ വരാത്തത് കൊണ്ട് ഇവിടെ പരിഭവത്തിന്റെ അവസ്ഥ, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാനും സാധാരണ ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കുന്നത് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടില് എല്ലാവർക്കും കണ്ടു തുറക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നതാകെ ഏറ്റവും കൂടിപ്പോയാൽ എത്ര വർഷമാണ്, ആ ജീവിതം നമ്മൾ സന്തോഷകരമാക്കാനും അതുപോലെ തന്നെ നമ്മളോടൊപ്പമുള്ളവരുടെ കൂടെ ചേർന്ന് നിൽക്കാനും ഒരുപാട് സൗകര്യങ്ങൾ എന്നുള്ളതിനേക്കാളും സന്തോഷവും സമാധാനവും ഉണ്ടാവുകയാണ് പ്രധാനം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഈ കരുതൽ എന്ന പേരിൽ തന്നെ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് അദ്ദേഹം അമ്മയെ കൊണ്ടുവന്നപ്പോൾ അമ്മ
അമ്മയ്ക്ക് എണീക്കാൻ പറ്റില്ല, കാലുവേദനയുണ്ട് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. അപ്പോ അതൊരു കരുതൽ തന്നെയാണ്. ഈ കരുതലാണ് എല്ലായിടത്തും വേണ്ടത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ഈ ചടങ്ങിന് ശ്രമിച്ചതിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. എന്നെ ക്ഷണിച്ചവർക്കൊക്കെ ഒരിക്കൽ കൂടി നമസ്കാരം അറിയിച്ചുകൊണ്ട് ഈ കരുതൽ എന്ന സിനിമ ഈ നാടിനൊരു വിപ്ലവമായി മാറി എല്ലാവരും കാണാനും അതുപോലെ കൂടുതൽ യശസ്സിലേക്ക് ഇത് നീങ്ങാനും സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.